ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. പേൾവെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് 150 രാജ്യങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകൾ $1 മില്യൺ പ്രൊജക്റ്റുകളാണ്. ഈ ഒരു പ്രൊജക്റ്റുകളെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ അഭ്യസ്തവിദ്യരായ ഏത് ആളുകൾക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ വലിയ രീതിയിൽ വരുമാനം കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, ലോകത്തിലെ ഒരു നമ്പർ 1 പ്രൊജക്റ്റ്, ഒരു ഇക്കോസിസ്റ്റമാണ് പേൾവെൻ ഇന്റർനാഷണൽ. 6 പ്രൊജക്റ്റുകളാണ്. ഡിജിറ്റൽ ബാങ്കിങ്, അതുപോലെ തന്നെ PVC മെറ്റാ മൾട്ടി പർപ്പസ് ടോക്കൺ പ്രോഗ്രാം, അതുപോലെ മൊബൈൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ ആൻഡ് ഇ-കോമേഴ്സ്. 4 പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് സിസ്റ്റം തന്നെയാണ്. ഒരു പാർട്ണറായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു 6 പ്രൊജക്റ്റുകളാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് അദ്ദേഹം ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്നുള്ള 2 പ്രോസസ്സാണ്. സീഡ് ഫണ്ടിങ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഷെയർ ഹോൾഡറായി മാറുക. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ്. അവിടെ നടക്കുന്നത് നമുക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള 2-3 മാർഗങ്ങളാണ് സിസ്റ്റം മുന്നോട്ട് വെക്കുന്നത്. അത് ഇഷ്ടമുള്ള മാർഗം നമുക്ക് സ്വീകരിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് റെഫറൽ മാർക്കറ്റിംഗ്, രണ്ടാമത്തെ പ്രോഗ്രാം ഏർലി ബേർഡ് റിവാർഡ് ഓഫർ, മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ്, ലാസ്റ്റ് 4ാമത്തെ ഒരു പ്രോഗ്രാം കൂടി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെയാണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത് 1000 ദിവസമാണ്. അതായത് 3.25 വർഷമാണ് ഏകദേശം. ഒരു വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് 0.20 ആണ് അദ്ദേഹത്തിന് എപ്പോഴും തിരികെ ലഭിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് 0.20, ഉദാഹരണമായി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് 0.20 എന്ന് വെച്ചാൽ ഡെയിലി 200 രൂപയായിരിക്കും. അദ്ദേഹത്തിന് ഒരു മാസം 6000 രൂപ ലഭിക്കുന്നു. 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഡെയിലി ലഭിക്കുന്ന റിവാർഡ് ഓരോ മാസവും നമ്മൾ വീണ്ടും ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് 0.20 വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണമായി 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 0.20 1000 രൂപ അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്നു. 1000 ദിവസം ഇങ്ങനെ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. ഓരോ മാസവും അദ്ദേഹത്തിന് ലഭിക്കുന്ന റിവാർഡ്, അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 0.20 ഒരു ദിവസം 1000 രൂപ, 1000 × 30 ദിവസം 30,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം വീണ്ടും 2ാമത്തെ മാസം അത് കോമ്പൗണ്ട് ചെയ്യുന്നു. 5,30,000 രൂപയുടെ റിവാർഡാണ് 0.20. പിറ്റേ 2ാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് റിലീസ് ആവാൻ തുടങ്ങുക. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് 1000 ദിവസം പോകുമ്പോൾ 5 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിലധികമായി വളരുന്നത് നമുക്ക് കാണാം. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് കണക്കിലെ വളരെ ഒരു വലിയ തിയറിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കൃത്യമായി സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകളെ ചേർക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം. ഓക്കെ, റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിന് അറിയുന്ന ആളുകളോട് സംസാരിക്കേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്ത് ലഭിക്കും? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണത്തിനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങളാണ് സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലൊരു മാർഗമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. 5 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിലധികം വളരുന്നത് കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. മറ്റൊരു ഓഫറാണ് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഏർലി ബേർഡ് റിവാർഡ് ഓഫറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി വരുന്ന ഒരു വ്യക്തി അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ, റെഫറൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 2 പേരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന 2 പേരെ, 2 സബ് ഐഡികൾക്കും
നിങ്ങളും ചെയ്യുന്നത് ഒരേ തുകയായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 50,000 ചെയ്യാം, 1 ലക്ഷം ചെയ്യാം, 5 ലക്ഷം ചെയ്യാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക മെയിൻ ഐഡിയിലും 2 സബ് ഐഡിയിലും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു ക്രൈറ്റീരിയ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണയായി 0.20 തിരിച്ചു ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കൂടെ 0.7 കൂടി അധികം ലഭിക്കുന്നു. അങ്ങനെ മെയിൻ അക്കൗണ്ടിലേക്ക് 0.90 നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. സ്വാഭാവികമായും 1000 ദിവസം കൊണ്ട് നിങ്ങളുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 222 ദിവസം കൊണ്ട് പൂർത്തിയാകുന്നു. അതായത് 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 7 മാസം കൊണ്ട് തന്നെ ശരാശരി അദ്ദേഹത്തിന് നേരെ ഇരട്ടി 10 ലക്ഷം രൂപയായി തിരിച്ചു ലഭിക്കുന്നു. അതുപോലെ താഴെയുള്ള 2 സബ് ഐഡിയിലും 1000 ദിവസം ഉള്ള ആ ഒരു പ്രോസസ്സിലൂടെ നേരെ ഇരട്ടിയായി ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോമ്പൗണ്ടിങ് കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ഒരു വ്യക്തിക്ക് 100 USDT ആണ് വേണ്ടത്. 100 USDT എപ്പോഴാണോ അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് തിരിച്ചു വരുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് 2 പേരെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് 2ാമത്തെ ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 6% റിട്ടേൺ ലഭിക്കുക. 3ാമത്തെ ദിവസമാണെങ്കിൽ 5%. അതാണ് ഏർലി ബേർഡ് ഓഫറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 3ാമത്തെ ഒരു പ്രോഗ്രാമാണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ സിസ്റ്റം പറയുന്നത്, നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിലെ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് പറയുന്ന ഒരു പേരാണ് ടോക്കൺ ഫാമിംഗ്. സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന, ഷെയർ ഓപ്പൺ ആക്കുന്ന രീതിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 100 USDT ആണ് ഒരു വ്യക്തി ഇതിലെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയി ആരംഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എപ്പോഴാണോ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ 100 USDT നമുക്ക് റിവാർഡായി തിരിച്ചു ലഭിക്കുന്നത്, നമുക്കപ്പോൾ അത് വിഡ്രോ ചെയ്യാം. ഇവിടെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ബേണിംഗ് പ്രോസസ്സിലേക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ സിസ്റ്റം കണ്ടെത്തുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. സാധാരണഗതിയിൽ അങ്ങനെയല്ല. ബേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏതൊരു ബിസിനസ്സിൻ്റെയും ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ വില വർദ്ധിക്കുന്നത്. ഏതൊരു പ്രൊഡക്റ്റും അങ്ങനെയാണ്. നമുക്ക് ലഭ്യത കുറയുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കും. ഈ ഒരു മേഖലയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഈ പറയുന്ന ബേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആകെയുള്ള എണ്ണത്തിൽ നിന്നും പകുതി എണ്ണം നശിപ്പിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ബാക്കി വരുന്ന 50% വില വർദ്ധിക്കാൻ ആരംഭിക്കും. സ്വാഭാവികമായും ഇത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സിസ്റ്റം തന്നെയാണ് നടപ്പിലാക്കാറുള്ളത്. പക്ഷെ ഇവിടെ പേൾവെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സിസ്റ്റം ഓരോ വ്യക്തിയെയും കണ്ടെത്തിയിരിക്കുന്നത് പാർട്ട്നേഴ്സ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഒരു 100 ദിവസം കൊണ്ട് സിസ്റ്റം പാർട്ട്നേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 2 പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഒന്ന് സീഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ ടോക്കൺ ഫാമിംഗ്. എന്താണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഈ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻവെസ്റ്ററായി കടന്നു വരുന്നത് 100 USDT ഉപയോഗിച്ചാണ്. നമുക്കതിന് മുകളിൽ എത്ര USDT വേണമെങ്കിലും ടോക്കൺ ഫാമിംഗ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ബേണിംഗ് റിവാർഡ് ഓഫറിൽ പറയുന്നത് 100 മുതൽ 200 USDT നൽകിക്കൊണ്ട് ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു USDTക്ക് തുല്യമായി നമുക്ക് ലഭിക്കുന്ന PVC മെറ്റയുടെ എണ്ണത്തിൽ നിന്ന് 5% ബേൺ ചെയ്യപ്പെടുന്നു, അതായത് നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന പാർട്ട്ണർക്ക് ലഭിക്കുന്ന ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത് ഈ ആകെ നശിപ്പിക്കപ്പെടുന്ന PVC മെറ്റയുടെ 5%-ൻ്റെ 20% റിവാർഡ് ഓഫറായി ലഭിക്കുക. അതിനെയാണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്.
അതുപോലെ 300 USDT ഉപയോഗിച്ച് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നൊരു വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ 300 USDTക്ക് തുല്യമായ PVC മെറ്റയുടെ എണ്ണത്തിൽ നിന്നും 10% ബേൺ ചെയ്ത് നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന 10%ൻ്റെ 20% ആരാണോ ആ വ്യക്തിയെ സിസ്റ്റത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുപോലെ 400 USDT കൊണ്ടാണ് ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 400 USDTക്ക് തുല്യമായ PVC മെറ്റയുടെ എണ്ണത്തിൽ നിന്നും 15% ബേൺ ചെയ്യപ്പെടുന്നു. ആ 15%ൻ്റെ 20% റഫറൽ കമ്മീഷനായി ലഭിക്കുന്നു. അതുപോലെ തന്നെയാണ് 500 USDT ഉപയോഗിച്ച് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 500 USDT ആകെ ലഭിക്കുന്ന PVC മെറ്റയുടെ എണ്ണത്തിൽ നിന്നും 20% ബേൺ ചെയ്യപ്പെടുന്നു. ആ ഒരു 20%ൻ്റെ 20% റഫറൽ കമ്മീഷനായി നമുക്ക് ലഭിക്കുന്നത്. ഇതിനെയാണ് ബേണിംഗ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി ഈ സിസ്റ്റത്തിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എത്രയാണോ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ആ പണത്തെ വർദ്ധിപ്പിക്കാനുള്ള വിവിധ തരത്തിലുള്ള സൊല്യൂഷനാണ് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെന്നും പറയുന്നത് പോലെ നമുക്ക് കോമ്പൗണ്ടിങ് ചെയ്യാം, ഏർലി ബേർഡ് റിവാർഡ് ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഇപ്പോൾ ബേണിംഗ് റിവാർഡ് ഓഫറും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സിസ്റ്റമാണ് പേൾബിൻ ഇൻ്റർനാഷണൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഈ സിസ്റ്റത്തിനെക്കുറിച്ച് വളരെ വളരെ നന്നായി പഠിക്കുക. നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഒരു സിസ്റ്റവുമായി കമ്പയർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സബ്ജക്റ്റിൻ്റെ പാർട്ട്ണറാവാൻ ഉള്ള ഒരു അവസരമാണ് നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം നമ്മൾ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാം. അതുപോലെ നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കാം. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനെ, നമ്മൾ ജീവിക്കുന്ന നമുക്ക് ചുറ്റുപാടുകളെ എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമാണ് പേൾബിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വഴി നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ആരാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അദ്ദേഹത്തെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജയ് പേൾബിൻ. പേൾബിൻ വിൽ നെവർ എൻഡ്.